ഒരു പരുന്തി എത്തി കിടക്കണം കേട്ടോ. പാവം. നമ്മളെങ്ങനെ ഹംനയുടെ വീട്ടിലെത്തി. ഹലോ, ഇപ്പൊ എണീറ്റ് വന്നേട്ടാ. ഓ ഫുൾ A+. ഇത് ചെയ്ത് കൊറേണ്ടട്ടാ. എന്നെ കാറ്റ് തന്ന് സഹായിച്ചത് ആശിനാണ്, രക്ഷകൻ. ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഇടക്കൊച്ചിക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. എന്റെ പട്ടിയൊക്കെ നിൽക്കുന്നുണ്ടോ ഇവിടെ. ഇവിടെ കുറച്ച് പേരൊക്കെ മീൻ പിടിക്കാൻ നിൽക്കുന്നുണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ കുറേ പേരുണ്ടാവും കേട്ടോ മീൻ പിടിക്കാൻ. ആ സൈഡൊക്കെ കണ്ടോ, നല്ല മഴ വരും. ഇങ്ങോട്ട് അധികം ഇല്ല കേട്ടോ. ഈ സൈഡൊക്കെ പെരുമ്പടപ്പാണ് കാണുന്നത്. അവിടെ കുമ്പളം, നമ്മുടെ പുറകെ കാണുന്നത്. പിന്നെ നമ്മുടെ പുറകെ കാണുന്ന അരൂര്. ഇതാണ് ഇടക്കൊച്ചി അരൂർ പാലം. പഴയ പാലം ഉണ്ട്. ഇത് കുറേ വർഷമായി. കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ നല്ല മോശം കണ്ടീഷനാണ്. ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല. കുറേ വർഷമായി. അവിടെ കാണുന്നൊരു റിസോർട്ടിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. അത് അടിപ്പിനായിരുന്നു. +2 സെലിബ്രേഷനൊക്കെ അവിടെ ആയിരുന്നു. നല്ല രസം, നല്ല ഭംഗിയുണ്ടോ ആ സൈഡൊക്കെ കാണാൻ. നല്ല മഴ, മേഘങ്ങളൊക്കെ, കാർമേഘങ്ങളൊക്കെ വന്ന് നല്ലൊരു രസമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കോളേജിൽ പോയിട്ട് നേരെ തിരിച്ചങ്ങോട്ട് ഉണ്ട്. അതിനുമ്പോൾ മഴ കിട്ടായിരുന്നാൽ മതിയായിരുന്നു. ആ കോളേജിൽ പോയിട്ട് സൈക്കിൾ എടുക്കാൻ പോകണ്ടോ. നമ്മുടെ ആ സൈക്ലിങ് പ്രാക്ടീസ് നാളെ തൊട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പോയി സൈക്കിൾ എടുക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് 8 മണിക്ക് അവിടെ എത്താനാണ് പറഞ്ഞത്. 8 മണിക്ക് വരാനാണ് പറഞ്ഞത്. അരൂരെന്ന് ബസ്സൊന്നുമില്ല. അപ്പോൾ അരൂർ മുക്കം വരെ പ്രൈവറ്റ് ബസ്സുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് അരൂർ മുക്കത്ത് ഇറങ്ങി വന്നിട്ട് ഈ പാലം നടന്ന് ഈ ഇടക്കൊച്ചി ചെന്നിട്ട് ഇടക്കൊച്ചിയിൽ നിന്ന് ബസ് കിട്ടും. അപ്പോൾ അതിന് കയറി നേരെ കോളേജിൽ പോകണം. അവിടെ ചെന്ന് സാറിനെ കണ്ടിട്ട് നേരെ സൈക്കിൾ എടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇവിടെ കമ്പോലൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ 2 ഉണ്ട് കേട്ടോ. ഇനി ഇവിടെയും ഇവിടെ നോക്കിയാൽ അവിടെയൊക്കെ നിറച്ച് കമ്പോലകളാണ്. നല്ല പൊല്യൂഷനുണ്ട് വണ്ടിക്ക്. എന്തോരം പുകയാണ്. ഇങ്ങനത്തെ വണ്ടികൾക്കെതിരെ നിയമം നടപടികൾ എടുക്കണം. അത്യാവശ്യം നല്ല പൊല്യൂഷനുണ്ട്. അതിൻ്റെ മണം കേൾക്കണ്ട, ഓയിലിൻ്റെ മണം. ഇടക്കൊച്ചി വഴി പോകുന്നവർ സൂക്ഷിക്കുക. ഇവിടെ ക്യാമറ ഇല്ലെന്ന് ആരും കരുതരുത്. അതേ മുകളിൽ 2 ക്യാമറ ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. MVD വെച്ചേക്കണ ക്യാമറയാണ്. സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ഒട്ടിച്ചിട്ടില്ല, പക്ഷെ ഇത് MVDയിലെ ക്യാമറയാണ്. അങ്ങനെ നമ്മൾ ഇടക്കൊച്ചി സ്റ്റാൻഡ് എത്താറായിട്ടോ. ഇനി ഇവിടെ നിന്ന് ബസ്സിൽ കയറി പോകണം. ഇവിടെ റൈറ്റ് സൈഡിൽ ഓട്ടോ സ്റ്റാൻഡാണ്. പിന്നെ നേരെ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ മിക്കപ്പോഴും ബസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇടക്കൊച്ചി സ്റ്റാൻഡ് എത്തി കേട്ടോ. ഇവിടെ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. ഒന്നത്തിൻ്റെ പുറകെ ഓടിയിട്ട് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ കോളേജിൽ സൈക്കിൾ എടുക്കുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നല്ല പോസ്റ്റാണ്. ബാക്കിൽ കാണുന്ന ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്ന് ആ ഒരു ടൈമിൽ വരച്ച പടം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പടം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തുണ്ടോ ലൈബ്രറിയൊക്കെ. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ചെറിയ പോസ്റ്റ് കിട്ടിയിരിക്കണേ കേട്ടോ. അപ്പോൾ സാറ് ഇന്ന് വന്നിട്ടില്ല. സാറിന് ഇന്ന് ഡ്യൂട്ടിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് സൈക്കിൾ എടുക്കാൻ വന്നിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഇനാശം എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടുത്തെ താക്കോല്, സ്പോർട്സ് റൂമിൽ താക്കോലൊന്നും ഇതിൻ്റെ അകത്താണ്ടോ നമ്മൾ സൈക്കിളിരിക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ കോളേജിൻ്റെ ജിമ്മാണ് കേട്ടോ. മൾട്ടി ഫിറ്റ്നസ് സെൻ്ററിന് കുറച്ച് മെഷീനൊക്കെ ഉണ്ട്. ഫ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഒന്നും പ്രോപ്പർലി വർക്കിംഗ് അല്ല. എല്ലാം കംപ്ലൈൻ്റ് ആയി കിടക്കുന്നു.
സ്പോർട്സിൻ്റെ അവസ്ഥ ഇത്തിരി ശോകമാണ്. ഇതാണ് കേട്ടോ പടം, ഇൻഡിപെൻഡൻസ് ലീഗ് വരച്ച ഒരു പടം. ഫ്രീഡം ഫൈറ്റേഴ്സൊക്കെ ഉള്ള ഒരു പടമാണ്, നല്ലൊരു പടമാണ് കേട്ടോ. ആ നിൽക്കുന്നതാണ് ഡൈനാഷ് ചേട്ടൻ, പുള്ളി ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ പുള്ളിയുടെ അതിലെ താക്കോലൊക്കെ. അപ്പോൾ പുള്ളി ഇപ്പോൾ നമുക്ക് വേണ്ടി തുറന്നു തരാൻ വേണ്ടി പോകണം സ്പോർട്സ് റൂം. എൻ്റെ നേരെ സൈക്കിൾ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ സൈക്കിളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ലുക്ക് ഞാൻ പുറത്ത് വന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കോളേജ്. മഴയൊക്കെ പോയി തടിക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ പെട്ട് കേട്ടോ. ഈ സൈക്കിളാണെങ്കിൽ ബാക്കിലും ഫ്രണ്ടിലും എയർ കുറവാണ്. അപ്പോൾ ഇത്ര എയർ വെച്ചിട്ട് കുറവ് വെച്ചിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് പഞ്ചർ ഇട്ടും. ഇത് പഞ്ചർ ഇട്ടിക്കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം പൊട്ടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ സാധാരണ കടക്കാരൊന്നും ഇത് ചെയ്യില്ല. ഇതിൻ്റെ ടയറിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ ഭയങ്കര വണ്ണം കുറവാണ്. പിന്നെ ഇതിൻ്റെ ടയറൊക്കെ നല്ല എക്സ്പെൻസീവാണ്, 2000 രൂപയ്ക്ക്. ഈ പാലത്തിൻ്റെ ഇറക്കത്തിലൊരു സൈക്കിൾ കട ഉണ്ടായിരുന്നു അപ്പുറത്ത് റൈറ്റ് സൈഡിൽ, ആ കടേൻ്റെ ഒക്കെ അവിടെ ഇട്ടേ. അപ്പോൾ അവിടെ പുള്ളി തുറന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഈ പാലം ഇറങ്ങി പഷ്ണിത്തോട് പാലം ഉണ്ടത്, അത് ഇറങ്ങിക്കഴിഞ്ഞൊരു കടയുണ്ടെന്ന് പറഞ്ഞത്. ഒരു കൂട്ടുകാരനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞാണ്. അപ്പോൾ പോയി നോക്കണം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി നോക്കണം. തിരിച്ച് നടന്നിട്ട് ഏതായാലും കടയൊന്നും ഇല്ല, അപ്പോൾ നേരൊക്കെ തന്നെ പോയി നോക്കണം. ഇതിങ്ങനെ കുറേ ദൂരം നടക്കേണ്ടി വരും തോന്നണം കേട്ടോ. കടയൊന്നും കാണുന്നില്ല, ഷോ. അങ്ങനെ നമ്മുടെ സൈക്കിള് കാറ്റടിക്കാൻ വേണ്ടി കുറേ നടന്നിട്ട് ഇപ്പോൾ കുമ്പളങ്ങി വഴി എത്തി. ഒരു കൂട്ടുകാരനെ വിളിച്ചപ്പോൾ അവൻ്റെ വീട്ടിൽ പമ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വീട്ടിൽ പഠിക്കാൻ നടത്തി. നമ്മളങ്ങനെ ഈ സൈക്കിള് കാറ്റില്ലാതെ ആഷിൻ്റെ വീട്ടിൽ പോയി കാറ്റടിച്ച് കാറ്റ് തന്ന് സഹായിച്ചത് ആഷിനാണ്, രക്ഷകൻ. ഇതാണ്ടോ സൈക്കിള്. എടാ അത് ഇന്ന് ഇറങ്ങിയിരുന്നേ ഇല്ല, വെറുതെ എന്തിനാണ് അങ്ങനെ വളയൊന്നുമില്ല. എന്നാലും നമ്മൾ നോർമൽ സൈക്കിളിലും ഭയങ്കര കെയർ കൊടുക്കണം. കട്ടറിലൊക്കെ ഒന്നും ഇറക്കാനേ പാടില്ല. ഇത് സ്റ്റീല് ബോഡിയും ബാക്കിയുള്ള പാർട്സൊക്കെ അലോയ് ചെയ്യണ്ട. റിമ്മ് 2 റിമ്മും അലോയ് ആണ്. നമ്മളെങ്ങനെ ഹംനയുടെ വീട്ടിലെത്തി. ഹലോ, ഇപ്പൊ എണീറ്റ് വന്നേട്ടാ. നമുക്ക് ഏറെ തന്ന് രക്ഷിച്ച ആശി. സൈക്കിളിൽ കാറ്റുണ്ടായിരുന്നു കോളേജിൽ നിന്ന് സൈക്കിൾ എടുക്കുക വരുന്നു. അപ്പോൾ സൈക്കിൾ എടുത്തിട്ട് ഇവൻ്റെ വീട് വരെ തള്ളി. കാറ്റടിച്ചിങ്ങി ഒന്നും കൂടി ഊരിട്ടടിച്ചാലേ. വഴി അറിയണ്ട്. ഇവിടെ കുമ്പളങ്ങി വഴി നിൽക്കുന്നതാണ്. അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിർത്തിക്കുന്നത് അതിനൊക്കെ ജനത വഴി ക്ലാസിന്റെ ആണോ അല്ലെങ്കിൽ ഓ ഫുൾ എ പ്ലസ് പഠിപ്പി കൊറേ ഉണ്ടട്ടാ. ഓ ഈ ബുക്കൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ലെവലായത്. ആശിനെ കണ്ടു പടി ഇട്ടിട്ടെങ്ങനെയായിരുന്നു. ഇതാണ് എന്റെ ഒറിജിനൽ കണ്ടല്ലോ. എന്നിട്ട് നീ വീഡിയോയില് കാണിക്കാൻ നിൽക്കുന്നുണ്ടാ എന്റെ ഒറിജിനൽ മേക്കപ്പ് കണ്ടു. ബിഫോർ ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുകളെ എന്റെ കിളികളാണ് ഇതൊക്കെ. ഇവിടെ നിന്നിട്ട് നല്ല ലൈറ്റ് ഉണ്ടല്ലോ, പിക്ക് എടുക്കണം. എൻ്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു, പിന്നെ ചത്തുപോയി.
നമ്മളങ്ങനെ ഹംനയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത്. എന്താണ് ശരി പറയാനുള്ളത്? എന്റെ പൊന്നു സാറേ, എനിക്ക് അറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി എന്ന് പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നത്. ചേട്ടനെ കണ്ടില്ലെങ്കിൽ ഞാൻ തെണ്ടി പോയനെ. കണ്ടതുകൊണ്ട് ഞാൻ തെണ്ടി. ഒന്നുമില്ല. ഇത് ചാണകമല്ല. ചാണകത്തിന്റെ ടേസ്റ്റ് എനിക്ക് തിരിച്ചറിയാം. വെറൈറ്റി ഇത് ചട്നി അടിപ്പനുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ചട്നിയും ദോശയും കൊള്ളാം. പാലക്കാട് സ്റ്റൈല് ചട്നിയാണെന്നുള്ള ഉമ്മ പറഞ്ഞത്. ഹലോ, നമ്മളങ്ങനെ ഹംനയുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടാ. വരുന്ന വഴിക്ക് അഭിനവ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ടിനെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പാലത്തിൽ കിട്ടണുണ്ടാവും, കുമ്പളത്തോട്ട് പോണേണ്. അപ്പോൾ സൈക്കിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ മിസ്സിങ്ങൊക്കെ കാണിക്കുന്നുണ്ട്, എന്നാലും ചവിട്ടാൻ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചവിട്ടാട്ടോ. നല്ല സ്പീഡിലൊക്കെ പോകാനൊക്കെ പറ്റും. അപ്പോൾ പോകുന്നില്ല, ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. നിങ്ങളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോഴായാലും സൈക്കിൾ ഓടിക്കുമ്പോഴായാലും മാക്സിമം ഹെൽമെറ്റ്സ് യൂസ് ചെയ്യാൻ നോക്കുക. ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ ഇത് വലിയൊരു ഇതായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ക്രാഷ് ഉണ്ടായാൽ തന്നെ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അത് അയ്യോടാ ഒരു പരുന്തി എത്തി കിടക്കണം കേട്ടോ. അയ്യോ പാവം. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുക കേട്ടോ. വാഹനങ്ങൾ ഓടിക്കുമ്പോഴായാലും ഹെൽമെറ്റ്സ് യൂസ് ചെയ്യും. ഹെൽമെറ്റ് ഇല്ലാതെ ആരും ടൂ വീലർ ഓടിക്കരുത്. സൈക്കിൾ ഓടിക്കുന്നവർ ഹെൽമെറ്റ് ഇല്ലാതെ അധികം സ്പീഡിൽ പോകരുത്. നല്ല സ്മൂത്താണ് കേട്ടോ സൈക്കിൾ ഓട്ടാൻ. പിന്നെ ചെറുതായിട്ട് മുട്ടുകാല് വേദന എടുക്കുന്നുണ്ട്. മുട്ടുകാല് വേദന എടുക്കുന്നതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കറക്റ്റ് അല്ല വെച്ചേക്കണം. നമ്മളിപ്പോൾ പോയി കോടതി പോയി എടുത്തിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ സീറ്റ് എവിടെയെങ്കിലും കൊണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല എൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ സീറ്റ് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ട് അത് ചോദിക്കണം, എന്നിട്ട് പോയി റെഡിയാക്കണം. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ സീറ്റ് ഹൈറ്റ് കറക്റ്റ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ ഓടിച്ചത് ഇഷ്യൂ ആണ്. ഇതാണ് നമ്മുടെ മനോഹരമായ കുമ്പളം. കുമ്പളത്തെ ജിമ്മാണ് മോളിൽ കാണുന്നത്. ഇത് കുമ്പളം സൗത്താണ്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡാണ് ഇതൊക്കെ. വലിച്ചെടുത്ത് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.